ഇപ്പോൾ എഴുത്തുകാരി വി.പി. സുഹറ ടെലിഫോൺ ലൈൻ ചേരുന്നു. സുഹറ, ഇപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് ഒഴിയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ അദ്ദേഹം ആ സ്ഥാനത്തു നിന്നും സമിതിയിൽ നിന്നും ഒഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എം.എൽ.എ. സ്ഥാനത്ത് തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സി.പി.എം മുകേഷ് എം.എൽ.എ. സ്ഥാനത്ത് തുടരുന്നതിൽ പ്രശ്നമില്ല എന്നൊരു നിലപാടാണ് സി.പി.എം സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് അതിനോടുള്ള താങ്കളുടെ പ്രതികരണം? അല്ല, നമുക്കിപ്പോ ഈ മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളിൽ ഉള്ള ഒരാളെ പിന്നെ ഒരു അധികാര സ്ഥാനത്ത് ഇരുത്തണം എന്നുള്ള പിന്നെ ഒരു പിടിവാശി എന്തിനാണ് ഗവൺമെന്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അധികാര കേന്ദ്രങ്ങളിൽ പിടിപാടുണ്ടെങ്കിൽ എന്ത് കുറ്റകൃത്യം ചെയ്യാമെന്നുള്ളതാണോ? അങ്ങനെ ഒരു സന്ദേശമാണോ സമൂഹത്തിൽ നൽകുന്നത്? ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ഗവൺമെന്റ് പറയുകയും ഇടതുപക്ഷ പ്രസ്ഥാനം ഉറപ്പു നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള സമീപനം നടക്കുന്നത്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൂരകൃത്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരൊക്കെ തന്നെ അടയിരിക്കണം, അവിടെ തന്നെ ഇരിക്കണം, അധികാര കേന്ദ്രത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതിനുള്ള പിന്നെ അതിന്റെ ഔചിത്യം എന്താണെന്നാണ് മനസ്സിലാകേണ്ടത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ അത് ഒരു വളരെ മോശമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക. എത്ര ഉന്നതന്മാരായാലും എത്ര പിന്നെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് കണ്ടെത്തി അവരെ മാറ്റി നിർത്താമെന്നുള്ളത് ഓരോ പ്രസ്ഥാനത്തിന്റെയും ആവശ്യമാണ്. അവരുടെ ഒരു നയരൂപീകരണത്തിന് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് എന്താ ഇത്ര പ്രശ്നം? എല്ലാ തെറ്റുകൾക്കും അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് വെച്ചിട്ട് അവരൊക്കെ എല്ലാവരും സഹിക്കണമെന്നാണോ? സ്ത്രീകളെ നേരെ നടത്തുന്ന എല്ലാ അതിക്രമങ്ങളെയും ന്യായീകരിക്കുകയാണോ ഗവൺമെന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് വി ഒരിക്കലും പി സുഹ്ര, അതിന് സി.പി.എം പറയുന്ന ന്യായീകരണമായി പറയുന്നത് മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയൊരു ക്ഷീണമാകുമെന്നാണ് സി.പി.എമ്മിന്റെ നിലപാട് ഈ വിഷയത്തിൽ. ഇങ്ങനെ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയാൽ അതിനൊന്നും പാർട്ടിക്ക് ക്ഷീണമാവൂലേ? അത് ചോദിക്കണ്ടേ? സാധാരണ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളെ അവിടെ തന്നെ നിർത്തുമ്പം അത് എത്രത്തോളം മോശമായ ഒരു സന്ദേശമാണ് നൽകുന്നത്? ഗവൺമെന്റിന് ആ രീതിയിൽ പാർട്ടിക്ക് പിന്നെ മോശമായിട്ടല്ലേ വരിക? നമുക്കറിയാം, നേരത്തെ ഉണ്ടായ കുറെ പിന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പല അനുഭവങ്ങളുള്ള ആളുകളും ആരോപണങ്ങളുള്ള ആളുകളും ഒക്കെ ഇപ്പോഴും പാർട്ടിയിലൊക്കെ തുടരുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എല്ലാ കുറ്റങ്ങൾക്കും ഇവർ ന്യായീകരണം നൽകുകയാണ് ചെയ്യുന്നത്. എന്ത് പാർട്ടിക്ക് ഇത്തരത്തിൽ മോശമായി നടക്കുന്ന ആൾക്കാരെ കൂടെ നടക്കുമ്പോഴല്ലേ പാർട്ടിക്ക് മോശമാവാം? ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ ഒരു നോട്ടത്തിൽ പോലും മോശമായി കാണാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, നമുക്ക് സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി പിന്നെ മാനീയമായ ഒരു ഭരണഘടനയുണ്ട്. സ്ത്രീ സുരക്ഷിതവും പിന്നെ സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാനുള്ള സ്ത്രീയുടെ അനിഷേധ്യമായ അവകാശമുണ്ട്. ഈ അവകാശത്തെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് മുന്നിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇത്തരക്കാരെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ആർക്കും എന്തും ചെയ്യാലോ. സമൂഹത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ പിടിപാടുണ്ടെങ്കിൽ എന്തും ചെയ്യാലോ. ആ രൂപത്തിലാണല്ലോ ഇത് വരുന്നത്. ആ സന്ദേശമാണല്ലോ സമൂഹത്തിന് കൊടുക്കുന്നത്. ഇതൊരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ശ്രീമതി വി.പി. സുഹ്ര, ഇപ്പോൾ ഈ പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. മാത്രമല്ല, അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘടനയാണ്. ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു അക്കാദമിയാണ്. ഇപ്പോൾ ഇത് രണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ മുകേഷ് എന്നത് ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന്റെ നിജസ്ഥിതി തെളിയുന്നതുവരെ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുകേഷിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയല്ലേ? ആണ്. അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം മാറി നിൽക്കണം എന്നുള്ളത്. പക്ഷെ അദ്ദേഹം മാറി നിന്നാൽ അദ്ദേഹത്തിന് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത്. കാരണം എന്താണ്, നമുക്കറിയാം, ഇന്നുവരെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരാരും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെ തന്നെ ഈ ഒരു ബഹളത്തിലൊക്കെ ഇങ്ങനെ അവസാനിക്കുന്നല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും ഏത് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആരെങ്കിലും പീഡനത്തിന് പിന്നെ ആരോപണം ഉന്നയിച്ചാലും അവരാരും തന്നെ ശിക്ഷിക്കപ്പെടുകയോ പുറത്താക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷെ ഈ സമയത്തെങ്കിലും
സമൂഹത്തിന് മുന്നിൽ ഒരു മാതൃക കാണിക്കേണ്ടതുണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ്. ഇത്തരത്തിലുള്ള ആളുകളെ അല്ല വെച്ച് പുലർത്തേണ്ടത്. അത് കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ട് എന്ത് സുരക്ഷിതത്വം അവിടെ ഉള്ളത്? ഓരോ പെൺകുട്ടികളുടെ കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. ആ സമൂഹത്തിന് മുമ്പിൽ പിന്നെ ഈ പെൺകുട്ടികളുടെ നിലവിളിയാണ് നമ്മൾ കേൾക്കുന്നത്. ദിനംപ്രതി ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ കുറ്റവാളികളെയൊക്കെ സംരക്ഷിക്കുകയും പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊക്കെ എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളെ അതിൻ്റെതായ രീതിയിൽ കാണാതെ അവര് പോയാലും നമ്മുടെ പാർട്ടിക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ട്. എന്നിട്ട് പാർട്ടി എന്തായി? പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ? അപ്പൊ കുറ്റാരോപിതരായ ആളുകളെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ ഒരു നയമായിട്ട് തന്നെ കാണേണ്ടി വരും. ഇപ്പം കൂടുതൽ നമ്മള് സ്ത്രീ സംഘടനകളെല്ലാം തന്നെ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട ഒരു കാര്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ രീതിയിലാണെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമല്ല ഇപ്പൊ സിനിമാ രംഗത്ത് നടക്കുന്നത്. സ്വന്തം ശരീരം പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് കുറച്ചുപേര്. സ്വന്തം ശരീരം, അന്തസ്സും അഭിമാനവും സ്വന്തം ശരീരവും പോലും സംരക്ഷിക്കാൻ പറ്റാത്ത പെൺകുട്ടികളാണ് അത്തരം വേദികളിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അവരുടെ കണ്ണീരാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. എന്നിട്ടും ഇത്തരം കുറ്റവാളികളെ, ആരോപിതരായ ആളുകളെയൊക്കെ പിന്നെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. എന്ത് തന്നെ ആയാലും അദ്ദേഹത്തെ പുറത്താക്കുന്നത് വരെ സമരം ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് വളരെ നന്ദി ശ്രീമതി വി പി സുഹ്ര താങ്കളുടെ അഭിപ്രായം അറിയിച്ചതിന്.